Hello everyone, welcome to Xerox Gaming ലൈവ്. ഇന്ന് നമ്മൾ വേറൊരു ഗ്രൂപ്പായ ടൈറ്റൻസിൻ്റെ കൂടാണ്. അവരാണ് നമുക്ക് ഗ്രൂപ്പുകളെ ഇൻവൈറ്റ് ചെയ്ത് നമ്മളുടെ റൂം സ്റ്റാർട്ട് ചെയ്ത് തന്നേക്കുന്നത്. ഫസ്റ്റ് സോണിൽ നമുക്ക് ഫൈറ്റ് ഇല്ല കേട്ടോ, ഒരു ടീമിനും ഫൈറ്റ് ഇല്ല എന്നാണ് റൂള്. ഓരോ ടീമിനും ഇറങ്ങേണ്ട സ്പേസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് ടീമും വന്നിട്ടില്ല. ഫോർത്തിൽ കടയാടി ജോസ്, വോൾഫ്, കടയാടി സുര, ടോബി, അത് സെറോക്സിൻ്റെ ടീമാണ്, നമ്മളുടെ ടീമാണ്. അത് കണക്ക് തന്നെ CNDZൻ്റെ ടീംസ് ഉണ്ട്. അത് സ്ലോട്ട് 5-ലാണ്. സ്ലോട്ട് 6-ലെ ESX ടീമാണ് ഉള്ളത്. 7-ൽ മിസ്റ്റർ ബ്ലാക്ക് അടങ്ങുന്ന ടീമാണ്. സ്ലോട്ട് 8-ൽ സിറാക്സ് ടീമാണ്. 9-ലെ ടീം കാർലോ. 10-ൽ KSൻ്റെ ടീമാണ്. 11-ൽ ഡ്രീം ARC അടങ്ങുന്ന ടീം. 13-ൽ ബോസ്കോ ഉണ്ട്. 15-ൽ TGS അടങ്ങുന്ന ടീം. 16-ാമത്തെ സ്ലോട്ടിൽ ഒരു ടീം അടുത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഫൈറ്റ് എടുത്തുകൂടാ എന്നുള്ളൊരു നിഗമനം ഇതുണ്ടായതുകൊണ്ട് തന്നെ അവരൊക്കെ കൊടുത്ത സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ലൂട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് സോണിൽ ഫൈറ്റ് പാടില്ല. എല്ലാവർക്കും കൊടുത്ത ആ ഒരു സ്പേസിലേക്ക് എല്ലാവരും മൂവ് ചെയ്യുകയാണ്. കടയാടി ആൻഡ് ടീം മിൽട്ടയിലാണ് അവർക്കുള്ള സ്പേസ് കൊടുത്തേക്കുന്നത്. അവിടെ വേറെ ടീം ഇറങ്ങാൻ പാടില്ല എന്നാണ് ഈ റൂമിൻ്റെ നിയമം. വേറെ ഒരു ടീം ഇറങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ അടുത്തടുത്ത് തന്നെ ഓരോരുത്തർ ഇറങ്ങിയിട്ടുണ്ട്. ഫൈറ്റ് എടുക്കാനല്ല, അവരവരുടെ സ്പേസിലേക്ക് അവർ പോവുകയാണ്. അതെ എല്ലാവരും സേഫിലാണ് കളിക്കുന്നത്. KSൻ്റെ ഒരു പ്ലെയർ മാത്രം വേറെ പോയിട്ടുണ്ട്. KSൻ്റെ ഒരു പ്ലെയർ KS 10 സ്ലോട്ടിലുള്ള അത് കാറെടുത്ത് വരുവാണ് കഴിച്ചത്. അവർ അങ്ങോട്ട് തന്നെ പോകാനായിട്ട് ചമാരെ അവർ ഓരോരുത്തരും ഓരോ വണ്ടി എടുത്ത് കറങ്ങുകയാണ്. അവർ കിട്ടുന്ന സ്പേസിൽ ലൂട്ട് ചെയ്യുക എന്നായിരിക്കും ബെറ്റർ ഓപ്ഷൻ വരുന്നത്. എതിർ ടീമില്ലാത്ത സ്ഥലത്ത് അതെ അവർ ബോസ്കോയുടെ ടീമൊക്കെ എവിടെയാണെന്ന് നോക്കാം. ബോസ്കോയുടെ ടീം ബോസ്കോക്ക് കൊടുത്ത സ്പേസിലല്ല ഇറങ്ങിയിരിക്കുന്നത്. ബോസ്കോ ലൂട്ട് ചെയ്യുകയാണ്. അതെ കിട്ടിയ സ്പേസിൽ ലൂട്ട് ചെയ്ത് സേഫ് ആവാം എന്നുള്ളൊരു മൈൻഡിലാണ് ബോസ്കോക്ക് കളിക്കുന്നത്. ബോസ്കോയുടെ ടീമെല്ലാം സേഫായിട്ട് മാറി ലൂട്ട് ചെയ്യാണ്. അവർക്ക് കൊടുത്തേക്കുന്ന സ്പേസ് എനിക്ക് തോന്നുന്നു അതെ ജോർജ് പൂളാണ്. ജോർജ് പൂളിനടുത്ത് തന്നെ സ്റ്റാർക്ക് JR ഒക്കെ ഉണ്ട്. മലാക്ക് LXDയുടെ ടീം തൊട്ടടുത്ത് തന്നെ ഉണ്ട്. LXDയുടെ സ്റ്റാർക്കൊക്കെ അടുത്തേക്ക് വരുന്നുണ്ട്. TBRൻ്റെ ജെറി മാറി നിൽക്കുകയാണ്. അവർക്ക് കൊടുത്ത സ്പേസിൽ നിന്ന് നല്ല സേഫായിട്ട് മാറി നിൽക്കുകയാണ്. വിസാഡിൻ്റെ ടീമും TBRൻ്റെ ടീമും തൊട്ടടുത്തുണ്ട്. ബാക്കി എല്ലാ ടീമിലും ഓക്കെ സ്ട്രേഞ്ച് വോൾട്ടാണെന്ന് തോന്നുന്നു. സ്റ്റേഞ്ച് വോൾട്ടും FGN ടീമും അടുത്തടുത്ത് തന്നെ ഉണ്ട്. ബോസ്കോയുടെ ടീമും അടുത്തടുത്ത് തന്നെയാണ്, വളരെയധികം ദൂരത്തല്ല. വളരെയധികം ജോർജ് പോളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും അവർ ഉള്ളത്. അതെ ജോർജ് പോളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ അവനാണ് സാധ്യത. അതെ അവർ ഓപ്പോസിറ്റ്
സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അവർ ഒരുവിധം ലൂട്ട് ചെയ്തതിന് ശേഷം അവർ ജോർജോ പോളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിരിക്കുന്നു. ആ ടീം ഞങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞു. TGS സ്ട്രോണിൻ്റെ ടീമും അവർ സ്കൂളിനടുത്താന്ന് തോന്നുന്നു. അതെ, സ്കൂളിനടുത്ത് തന്നെ ഉള്ളൊരു ചെറിയ സ്പേസിൽ അവർ ലൂട്ട് ചെയ്യാണ്. എല്ലാവരും സേഫായിട്ട് തന്നെയാണ്. ഫൈറ്റൊന്നും വന്നിട്ടില്ല ഇതുവരെയായിട്ടും. പാബ്ലോ എൽ വി ലൂപ്പാന്ന് തോന്നുന്നു അവർ സ്ക്വാഡിൻ്റെ നെയിം. സ്ലോട്ട് 16, ടീം 16. പാബ്ലോ, ഫോഡൻ, ഗോസ്റ്റ് അടങ്ങുന്ന ടീമാണ്. അത് കണക്ക് തന്നെ 18 TMSൻ്റെ സ്ക്വാഡ് വരുന്നു. ബാപ്പുട്ടി സ്ക്വാഡ് 19-ാമത്തേതിൽ വരുന്നു. ഗോട്ട്, ഐമൂട്ടി, ബാപ്പുട്ടിയൊക്കെ ഈ സ്ക്വാഡിൽ അടങ്ങുന്നു. ബാപ്പുട്ടിയൊക്കെ മിക്ക ഒരു സ്ട്രീമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു സ്ക്വാഡാണ്. അവർ ഒരുവിധം എല്ലാ സ്ട്രീമിലും റൂമിലും കയറുന്ന പ്ലേയേഴ്സാണ്. റെസ്പെക്റ്റ്. അവർ ഇതെവിടെയാണ്? ജോർജോ പൂളിലായിരിക്കണം അല്ലേ? ഓയിലല്ല, ജോർജോ പൂളല്ല. അവർ വളരെയധികം മാറി നിന്ന് നോവർ പെനോയിലിൽ നിന്ന് കളിക്കുവാണ്. നമുക്ക് സോൺ വരുന്നത് ഫാമിൻ്റെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലേക്കാണ്. സറക്കി ഒക്കെ വരുന്ന ആ ഒരു സ്പേസിലേക്കാണ് സോൺ വരുന്നത്. വിസാർഡ് ടീം അംഗങ്ങൾ 2 പേരായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കളിക്കുകയാണ്. അവർ ഫസ്റ്റ് സോണിലാവുന്ന മുമ്പ് ചിലപ്പം ഫൈറ്റ് എടുക്കാനായിട്ടുള്ള ചാൻസ് വരുന്നുണ്ട്. ഇല്ലല്ല, മാറിപ്പോകുന്നുണ്ട്. നമ്മളെ SPT മാക്സ് ഒ പി വെഹിക്കിൾ വരുന്നുണ്ടെങ്കിലും സേഫായിട്ട് മാറുന്നു. ടോം ഈസ് ലൈവ് 22, ടീം 22. വിസാർഡ് ടീം വിസോയിലാണ്. വിസോയിൽ അവരൊരു LXD പാബ്ലോ, LX മലാക്ക്, LX സ്റ്റാർക്ക്, JR പാബ്ലോ. ഓ, LV ലൂപ്പിൻ്റെ പാബ്ലോ വരുന്നു. അത് കണക്ക് തന്നെ LXDയുടെ പാബ്ലോ, മലാക്ക്, സെയിം നെയിംസ്. വിസാർഡ് മലാക്കിൻ്റെയൊക്കെ ടീമിലെ പാബ്ലോ ബഗ്ഗിയായിട്ട് അടുത്ത നെക്സ്റ്റ് സ്പോട്ടിലേക്കാണോ? അല്ലല്ല, ലൂട്ടിങ്ങിലാണ്. ട്വൻറ്റി ഫൈവിലെ വിക്കി വൂട്ട് തണ്ടർ വൂട്ട് ടീമിൻ്റെ വിക്കിയുടെ നെറ്റ് കട്ടാണ്. തണ്ടർ, സ്ട്രേഞ്ചർ വൂട്ട് ഇവർ രണ്ടുപേരും ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വൂഡിൻ്റെ ടീമിലെ വിക്കിയുടെ മാത്രം നെറ്റ് പോയി നടു റോട്ടിലാണ്. കിഡ് അവർ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഈ കിഡിൻ്റെ അടുത്ത് തന്നെ സ്കോഡുണ്ട്. അന്ത്രൂട്ടി ആൻഡ് ടീം. എനിക്കൊന്ന് ഫസ്റ്റ് സോണിൽ ഫൈറ്റ് എടുത്തുകൂടാ എന്നുള്ള നിയമം എല്ലാ ടീമുകളും പാലിക്കുന്നുണ്ട്. നമ്മൾ കടയാടി ജോസിലേക്ക് പോവാം. കടയാടി ജോസ് വൂൾഫും അവരൊരുവിധം ലൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഫൈറ്റിലേക്ക് കടക്കാമെന്നുള്ളൊരു മൈൻഡിലൂടെ അവർ അടുത്ത സ്പേസിലേക്ക് പോവുകയാണ്. ടോബി, കടയാടി, വൂൾഫ്, കടയാടി, സുര, ജോസ് എന്നിവരാണ്. CNDZ സോണിന് പുറത്താണ്. സോണിലേക്ക് പോകാനായിട്ടുള്ള സോൺ വന്നു കഴിഞ്ഞു ഗൈസ്. അതായത്
നെക്സ്റ്റ് ഫൈറ്റിലേക്ക് കടക്കാനുള്ള ടൈം. കിഡ് ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. ആരോ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അത് കണക്ക് തന്നെ സൈറാക്സ് അവർ ഷോപ്പ് തന്നെ വാങ്ങിച്ചിരിക്കുകയാണ്. ഷോപ്പ് തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ്. FPT അവർ ഒരു സ്ക്വാഡെല്ലാം ഒരുമിച്ച് വരുന്നു. ഓ, നോവ ഈസ് ലൈവ്. ലക്കി KSൻ്റെ സ്ക്വാഡ് ടീം 10, സ്ലോട്ട് 10-ലെ KS, ലക്കി, സരസു, നോവ. ARCയുടെ ടീം വരുന്നു. അച്ചായൻ OMKV, പിജൻ, ഈഗിൾ, ഇതിനൊക്കെ അറബ് നെയിം ഇട്ടവരെയൊക്കെ റൂമിൽ കയറ്റുമ്പോൾ ശ്രദ്ധിക്കുക, അവരൊക്കെ നെയിം പറയാനായിട്ട് പാടാണ്. സ്ലോട്ട് 50, TGS, LV, ലൂപ്പ്, ഗോസ്റ്റ്, പാബ്ലോ എന്നിവർക്കെതിരെ ഫൈറ്റ് എടുക്കാനുള്ള ശ്രമം. ഫയർ ചെയ്യുന്നു. ബോസ്കോയുടെ ടീം സ്ലോട്ട് 13. ബോസ്കോ വരുന്നു. ഓ, പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. സ്ലോട്ട് 18-ലെ വിസാഡ് വൈപ്പാവുന്നു. കടയാടി ജോസ്, കടയാടി സുര, വോൾഫ്, ടോബി അവർ ഫൈറ്റിലേക്ക് കടക്കാനുള്ള ശ്രമം. വണ്ടി എടുത്ത് കറങ്ങുന്നുണ്ട്. മൈസ്റ്റിക്, OG, CNDZ-ൻ്റെ സ്ക്വാഡാണ്. ഹണ്ടർ 3 വെഹിക്കിളിലായി കറങ്ങുന്നുണ്ട്. ESൻ്റെ സ്ക്വാഡ് വെയിറ്റ് ചെയ്യുന്നു. മാക്സിമം വെയിറ്റ് ചെയ്ത് കളിക്കാനുള്ള കിഡിൻ്റെയൊക്കെ വെയിറ്റ് ചെയ്ത് കളിക്കാനുള്ള ശ്രമം. ജെനി ARC, ബ്ലാക്ക് ARCയുടെ സ്ക്വാഡ് അവർ ഫുൾ ലൂട്ട് ചെയ്ത് സാവധാനം കളിക്കാനുള്ള ശ്രമമാണ്. ബ്ലാക്ക് ARC. നോവ ഈസ് ലൈവ് വൈപ്പാകുന്നു. ഇത് ഫൈറ്റ് വരുന്നു. സെക്കൻഡ് ഫൈറ്റ്. ഈഗിള് വരുന്നു. ഈഗിള് ഫൈറ്റ് എടുക്കാൻ ശ്രമം. നീഡ് വരുന്നു. ഇതാ ഫൈറ്റ് എടുക്കുന്നു. നോക്ക് ചെയ്യുന്നു. വൈപ്പ് ചെയ്യുന്നതാ. ഓ, അച്ചായൻ OMKV നോക്കായിരിക്കുന്നു. സ്ക്വാഡിൽ ഇനി ബാക്കിയുള്ളത് അച്ചായൻ നോക്കാണ്. ഡ്രീം ARC എത്തുന്നതേ ഉള്ളൂ. നോക്ക് വെള്ളത്തിലിരുന്ന് റിവൈവ് ചെയ്യുന്നു. ഓ, സ്ക്വാഡ് വൈപ്പ്.
സ്ലോട്ട് 4 കടയാടി ജോസ്, കടയാടി സുര ഇവർ വൈപ്പാവുന്നു. LV ലൂപ്പ് പാബ്ലോ, ഫോഡൻ, ഗോസ്റ്റ്, കോയമോനാന്ന് തോന്നുന്നു. കോയമോൻ ഒരു കില്ല്, ഫോഡൻ 3 കില്ലെടുത്തിരിക്കുന്നു. ഓ ടീം സ്ലീപ്പ് മാത്രമാകുന്നു സ്കോഡിൽ ബാക്കി. ഓ ഐമുടി ലിറ്റ്, ഐമുടി നോക്ക്. ഓ 3 പേര് നോക്ക്. TGSന്റെ ഒരു ടീം അംഗം ഫൈറ്റ് എടുക്കാനുള്ള ശ്രമം. ഓ ബാപ്പുട്ടി ടീം വൈപ്പാവുന്നു. ട്രോൺ TGS ട്രോൺ വൈപ്പ് ചെയ്യുന്നു. സപ്പോർട്ട് കൊടുക്കുന്നു ടീം അംഗങ്ങൾ. വിസാൻഡേക്കെ ടീം വെയിറ്റ് ചെയ്തിരിക്കുന്നു. പാബ്ലോ, TNDയുടെ മാലിക്കും പാബ്ലോക്കും നല്ല വെയിറ്റ് ചെയ്ത് കളിക്കുകയാണ്. പുഷ് ചെയ്ത് കളിക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല. കിച്ചാടെ ടീം ഫുള്ള് വെഹിക്കിളെടുത്ത് വെയിറ്റ് ചെയ്തിരിക്കണം. ഇതാ 2, 3 സ്കോഡ്, 4 സ്കോഡ് വൈപ്പാവുന്നു. ഓ LV ലൂപ്പ് ഫൈറ്റ്, ഗോസ്റ്റ്, ഫോഡൻ വീണ്ടും ഫൈറ്റ് എടുത്തു. ഫോഡനൊക്കെ നോക്കാവുന്നു. തീർന്നു. ഫിനിഷ് ചെയ്തിരിക്കുന്നു. അവിടുന്ന് ഫോഡനൊക്കെ അടിച്ച ടീമിനെ ഇവിടെ പ്ലെയർ ID ലീഗ് ടീം തീർക്കുന്നു. സോൺ ചെറുതാകുന്നു. സോണിനകത്തേക്ക് ടീമെല്ലാം കാറിലൊക്കെ നല്ല വെയിറ്റ് ചെയ്ത് കളിക്കുന്നു. ഫൈറ്റ് എടുക്കാനുള്ള ശ്രമമല്ല, സോണിലാണ്. ഓ 1 HP. കയറാനുള്ള ശ്രമം. ആളുടെ പേര് ഓക്കെ, ഉസ്മാൻ 1 HP ആവുന്നു. ജെനി, അവരുടെ ടീമിൽ ജെനി, ബ്ലാക്ക് ARC, അസുരൻ ഇതാ ബാക്കിൽ കൂടെ നീന്തി വരികയാണ്. അസുരൻ ARC ഇതാ ഹണ്ടർ ടീമിനെതിരെ. ഉസ്മാന് കവർ കൊടുക്കാനായിട്ട് ബാക്കിൽ കൂടെ കവർ കൊടുക്കാനായിട്ട് വരുന്നു. അസുരൻ ഓപ്പണിലാണ്. അസുരൻ വിട്ടു കൊടുക്കുന്നു. അസുരൻ 1 HP. ഹണ്ടർ ഫൈറ്റ് എടുക്കുന്നു. ഹണ്ടർ നീഡ് വരുന്നു. ഓ ഹണ്ടർ നോക്കാവുന്നു. ഓ 3 പേര് 3 വശത്ത് നിന്ന്. ഉസ്മാൻ ഫൈറ്റ് എടുക്കുന്നു. ഉസ്മാൻ ബ്ലാക്ക്
ബ്ലാക്കിനെ തീർക്കുന്നു. ഫ്യൂസ് OP CND ഇസന്റെ ടീമംഗം ഉസ്മാൻ്റെ ടീമംഗങ്ങളെല്ലാം വൈപ്പാവുന്നു. ഇവിടെ CND ഇസ് ഇതാ നല്ല ഒരു ടീം ഗെയിം കാഴ്ചവെച്ചിരിക്കുകയാണ്. നല്ല ഫൈറ്റ്. ഹണ്ടർ, ജോഡക്സ്, ഫ്യൂസ് OP സ്ലോട്ട് 5 ടീം അംഗങ്ങളാണ്. അടുത്ത ESP ആൽഫയൊക്കെ വെയിറ്റ് ചെയ്ത് കളിക്കുകയാണ്. കാർലോക്ക് സോണിന് പുറത്ത്. കാർലോ TRMൻ്റെ ടീം പുറത്താണ്. സോറോ TRMൻ്റെ സെറോക്സിൻ്റെ റൂമിലെ ഫൈറ്റിൽ ടീം സ്പിരിറ്റ് കാഴ്ചവെച്ച ടീമാണ് TRM. അവരാണ് കഴിഞ്ഞ റൂമിലെ നമ്മളുടെ വിന്നേഴ്സ്. അവർ സോണിനകത്തേക്ക് വരുന്നു. സ്ലോട്ട് 13 2 പേര് മാത്രമാണ്. ഡൈഡൻ രണ്ടുപേര് ബോസ്കോയെ തീർത്തു അവരുടെ ടീമിലെ. വയോസ് അവരുടെ ടീം 5 കില്ലാണ്. 5 കില്ലെടുത്തിരിക്കുകയാണ്. അങ്ങനെയൊക്കെ തന്നെ എക്സ്റ്റോണിൻ്റെ TGS ടീം സ്ലോട്ട് 15 ടീം അംഗങ്ങൾക്കെതിരെ ഫൈറ്റ് വരുന്നു. ആരും ലിറ്റാവാതെ സേഫായിട്ട് കവർ എടുക്കുന്നു. ഇവിടെ കിച്ചാടൊക്കെ ടീമങ്ങളുടെ ഫൈറ്റ്. അവർ ടോട്ടലി 7 കില്ല് എടുത്തിരിക്കുന്നു. ഇപ്പോഴും അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ടോമീസ് ലൈവ് അവരുടെ ടീമുമായിട്ടാണ്. വിസ ടീമുമായിട്ട് കിച്ചാടയൊക്കെ ടീം. മോമോ ഗെയിമിംഗ് കോസ്റ്റർ ഗെയിമർ വൈറ്റി തൊട്ടടുത്തതിനുണ്ട്. എന്നാൽ ആരും പുഷ് ചെയ്യുന്നില്ല. ഫൈറ്റ് എടുക്കാനുള്ള ശ്രമം നടത്തുന്നില്ല. ഇതാ കിച്ചാടൊക്കെ ടീമിന് ബാക്ക് ചെയ്യുന്ന മാലിക് LXDയുടെ മാലിക്, സ്റ്റാർക്ക് JR, പാബ്ലോ വരുന്നു. പാബ്ലോ സ്ക്വാഡുമായിട്ട് വന്ന് ചേരാനുള്ള ശ്രമം. തൊട്ടടുത്ത് തന്നെ റൈഡൻ വേളിക്സ് ഉണ്ട്. അവർ സ്ക്വാഡിൽ 2 പേരാണുള്ളത്. 2 പേരിൽ ഒരാൾ ഇവിടെയാണ്. ഫൈറ്റ് എടുക്കാനുള്ള ശ്രമമായിരിക്കും. എന്നാൽ ഇല്ല. പാബ്ലോ ടീമുമായിട്ട് വരുന്നു. ഇവർക്കെതിരെ ഫൈറ്റ് എടുക്കാനുള്ള ശ്രമം. പാബ്ലോ ഇതാ നോക്ക് എന്ന സേഫായിട്ട് കയറുന്നു. പാബ്ലോ നോക്ക്. മാലിക്ക് വരുന്നു. JR വരുന്നു. JR മാലിക്കിനെ പാബ്ലോനെ പൊക്കുന്നു. പാബ്ലോ റിവൈവ് ആവുന്നു. ഫുൾ മെഡൊക്കെ അടിച്ച് സെറ്റ് ആവുന്നു. എന്നാൽ നീഡ് വരുന്നു. കിച്ചാട നീഡ്. അടുത്ത ഡാൻസ് ലൈവ് നീഡ് ചെയ്യാനുള്ള ശ്രമം വേണ്ടാന്ന് വെക്കുന്നു. കിച്ച ടീം 20. ഒറ്റ പ്ലെയർ മാത്രം മാറി നിന്നത്. അവർക്ക് ലിറ്റ് കൊടുക്കുന്നു.
അവരുടെ ടീമിലെ ഡീലൈ തീർന്നിരിക്കുകയാണ്. ടോട്ടലി 5 കില്ല്. ഡീലൈ ഫൈറ്റ് എടുക്കാനായിട്ട് റെയ്ഡൻ ഫൈറ്റ് എടുക്കാൻ നോക്കുന്നില്ല. LV ലൂപ്പിൻ്റെ ടീമംഗങ്ങൾ ഫൈറ്റ് എടുക്കുന്നു. ഗോസ്റ്റ് ഫോർഡൻ ഇത് ഫൈറ്റ് എടുക്കുന്നു. ഫൈറ്റിലേക്ക് പാബ്ലോയ്ക്കെതിരെ മാലിക്ക് നോക്കാണ്. മാലിക്ക് നോക്ക്. പാബ്ലോ വെയിറ്റ് ചെയ്യുന്നു. പാബ്ലോ വൈപ്പാവുന്നു. അടുത്ത ഫൈറ്റ് CND. CNDയുടെ ടീം വരുന്നു. ഫുള്ള് ഫൈറ്റ് വൈപ്പാവുന്നു. CND ടീം വൈപ്പാവുന്നു. അവർ കവറില്ലാതെ വന്നിറങ്ങുന്നത് വിസ ടീമുകളുടെ ഫ്രണ്ടിലേക്ക് വണ്ടിയിൽ നിന്ന് തന്നെ അവരെ നോക്കാക്കി ഫിനിഷ് ചെയ്യുന്നു. ടോട്ടൽ 7 ഫിനിഷ് വരുന്നു. കിച്ച ആൻഡ് ടീം കോസ്റ്റർ ഗെയിമിങ് ഫൈറ്റ്. ഇതാ നല്ല ഫൈറ്റ്. വിസ ടീമിനെതിരെ ഫൈറ്റ് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും. കിച്ചാട ടീം സോണിലേക്ക്. ഇതാ വൺ മാൻ പ്ലെയർ. ഇതാ നമ്മളെ റൂമിലെ സ്ലോട്ട് 13 റെയ്ഡൻ 3 കില്ലുമായിട്ട് ഒറ്റ ആളായിട്ട് കളിക്കുവാണ്. വീണ്ടും അതങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് ബുദ്ധിമോശമാണ്. അങ്ങനെ പോകുന്നത് ഫൈറ്റിലേക്ക് കടക്കാനുള്ള ശ്രമമാണ്. വണ്ടി അടിച്ച് പൊട്ടിക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. ആ സേഫായിട്ട് ഇവിടെ സ്ലോട്ട് 15 പ്ലെയർ അർജു നോക്കായി കിടക്കുകയാണ്. അവരെ റിവൈവ് ചെയ്യുന്നു. സ്മോക്ക് ഇട്ടെടുക്കുന്നു. വിസാഡ് LV ലൂപ്പിൽ കോയമോൻ നോക്ക്. അവർ രണ്ടുപേരും ഫിനിഷ് ചെയ്യുന്നു. കോയമോൻ നോക്ക്. ഡാൻസ് ലൈവിൻ്റെ കിച്ചയൊക്കെ വീണ്ടും LV ലൂപ്പിനെ പാബ്ലോനെ നോക്കി വരുന്നു. ഇതാ വൺ മാൻ വീണ്ടും കാർ എടുക്കുന്നു. ഫയർ. കിച്ചാട ഫയർ. വിസാഡ് റോയൊക്കെ വീണ്ടും നോക്കാവുന്നു. മോമോ ഗെയിമിംഗ്. കിച്ച 1 HP ആണ്. കിച്ച തീരുന്നു. കിച്ചയെ വൈപ്പ് ചെയ്യുന്നു. തൊട്ടടുത്ത് തന്നെ മോമോ ഗെയിമിംഗ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഒരു നീഡ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ വിസ ടീം അംഗങ്ങൾ ഇപ്പം തീരും. വിസ ടീം അംഗങ്ങളെ നീഡ് വരുന്നു. നീഡ് ചെയ്യാനുള്ള ശ്രമം. വീണ്ടും വിസ ഗെയിമിംഗ് മോമോ ഗെയിമിംഗ് നോക്ക് ഫിനിഷ് ചെയ്യുന്നു. മോമോ ഗെയിമിംഗ് ഫിനിഷ്. വിസ ടീമും LV ലൂപ്പും പാബ്ലോയും ടീമും തമ്മിലുള്ള ഗോസ്റ്റ് ഫോർഡൻ
കോയമോൻ വണ്ടി എടുത്ത് പുഷ് ചെയ്യാനുള്ള ശ്രമമാണ്. എന്നാൽ വിസാഡ് അംഗങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. മൂവ്മെൻ്റ് ഒന്നും ഇടുന്നില്ല. ഓപ്പണിൽ വന്നിറങ്ങുകയാണ് കോയമോൻ പാബ്ലോ. എന്നാൽ അവരെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. സ്പോട്ട് ചെയ്തു. ഫോഡൻ കറങ്ങി കയറുന്നു. കോയമോൻ നോക്കാണ്. ഇവിടെ പാബ്ലോ എടുക്കുന്നു അവരെ. ഫോഡൻ നോക്കാവുന്നു. ടാങ്ക് ചെയ്ത് കയറാനുള്ള ശ്രമം ഫോഡൻ്റെ ഫലം കാണാതെ നോക്കാവുന്നു. ഇതാ വിഴ്സ ടീം അംഗങ്ങൾ കാറെടുക്കുന്നു. ഫോഡനെ അക്കാസ ഫിനിഷ് ചെയ്യുന്നു. കോയമോൻ നോക്കാണ്. ഷോർട്ട് റേഞ്ച് ഫൈറ്റ് എടുക്കുന്നു. ഇതാ കിടിലം ഫൈറ്റ്. LV ലൂപ്പ്, കോയമോൻ, ഫോഡൻ, പാബ്ലോ, ഗോസ്റ്റ്. കിടിലം ഫൈറ്റ്. അവസാനത്തെ സോണിൽ കിടിലം ഫൈറ്റ്. വിസാഡിൻ്റെ അക്കാസ സിൻസ് ഇവർ കിടിലം ഫൈറ്റായിരുന്നു ഗൈസ്. പറയാൻ പറ്റത്തില്ല, അമ്മാതിരി ഫൈറ്റായിരുന്നു. നല്ല ഫൈറ്റ്. വെയിറ്റ് ചെയ്ത് കളിച്ചു. ബാക്കി എല്ലാ ടീമും നല്ല ഫൈറ്റ് കാഴ്ചവെച്ച് തന്നെയാണ് വൈപ്പായതും. അവസാനം കിച്ചാട ടീമൊക്കെ അവർക്കുള്ളതായിരുന്നു കളി. എന്നാൽ അവർ വീണ്ടും വെയിറ്റ് ചെയ്യാതെ പുഷ് എടുക്കാനുള്ള ശ്രമത്തിലൂടെ അവർ വൈപ്പായിരിക്കുന്നു. ഓക്കെ ഗായ്സ്, ഹായ് എവരിവൺ. നമ്മൾ സെക്കൻഡ് മാച്ചിലേക്ക് കടന്നിരിക്കുകയാണ്. സെക്കൻഡ് റൂമാണ്, മിറാമറാണ്. മിറാമറിൽ ഫസ്റ്റ് ഫോർത്ത് സ്ലോട്ടിലുള്ളത് കടയാടി ജോസ് ടോബി, കടയാടി സോമനാണ്. 5 സ്ലോട്ടിലെ 5 CND കഴിഞ്ഞ മാച്ചിലെ തേർഡ് അടിച്ച പ്ലേയേഴ്സ് ആണ്. ES ഉണ്ട്, ടീം ES. ജൊനാഥനെ കൊണ്ടുവന്നിരിക്കുന്ന ES ആൽഫ, കിഡ് 7 ജെനി, ARCയിലെ ടീമുകൾ. സ്ലോട്ട് 8 TMT പുതിയ പ്ലെയറാണ്. പുതിയ പ്ലെയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. SPT ആണ് സ്കോഡ്. TRMന്റെ സ്കോഡുണ്ട്. സോറോ TRM സ്ലോട്ട് 9 ആണ്. KSന്റെ സ്ലോട്ട് 10. സ്ലോട്ടിലെ KS, സരസു, ലക്കി, നോവ ഈസ് ലൈവ്. ബോസ്കോ ഉണ്ട്. ബോസ്കോയിലെ ടീമുകൾ റെയ്ഡൻ അവസാനം വരെ, കഴിഞ്ഞ മാച്ചിൽ അവസാനം വരെ റെയ്ഡനൊക്കെ നിന്ന് കളിച്ചു. അതായത് വെയിറ്റ് ചെയ്ത് സ്ലോയിൽ സ്ലോയിൽ വെറും നല്ല രീതിയിൽ ഫൈറ്റ് എടുക്കാം എന്നുള്ളൊരു രീതിയിൽ കളിക്കുകയായിരുന്നു. LV ലൂപ്പ്, പാബ്ലോ, ഫോഡൻ, ഗോസ്റ്റ്, കോയമോൻ. ഇതാ കഴിഞ്ഞ മാച്ചിലെ വിന്നേഴ്സ്. സ്ലോട്ട് 18 TMSന്റെ സ്കോഡുണ്ട്. ബാപ്പൂട്ടി അദ്ദൂട്ടി ഇവര് എല്ലാ മാച്ചിലും കാണപ്പെടുന്നു. ബാപ്പൂട്ടി അദ്ദൂട്ടി അവര് രണ്ടുപേരും എല്ലാ റൂംസിലും പങ്കെടുക്കുന്ന ഒരു ടീമാണ്. റോക്സിന്റെ ഗെയിമിംഗ് വൈറ്റിലും അവര് ലൈവില് റൂമിൽ വരാറുണ്ട്. അതിനൊക്കെ നമ്മളെ ഫിനിക്സ് മച്ചാന്റെ റൂമിലും ബാപ്പൂട്ടിയും അദൂട്ടിയും ഉറപ്പായിട്ടും കാണുന്നതായിരിക്കും. അവർ റൂം മാച്ച് മാത്രം കളിക്കാൻ വരുന്ന പ്ലേയേഴ്സ് തോന്നുന്നു. കിച്ച ആൻഡ് ടീമുണ്ട്. മോമോ ഗെയിമിങ്ങിന്റെ നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ശ്രമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
റെസ്പെക്ട് പുതിയ ടീമാണ്. ഈ 21-ലെ റെസ്പെക്ട് വന്നിട്ടുണ്ട്. വിസാഡ് വന്നിട്ടുണ്ട്. വിസാഡ് ടീം. LSD, പാബ്ലോ, നോയ്സി, സ്റ്റാർ JR, LSD, മലാഖ്. 23 സ്ലോട്ടില് TBR 24 സ്ലോട്ട് ചെകുത്താൻ, വിസാർഡ്, ടോം ജെറി. ഫസ്റ്റ് സോണിൽ ഫൈറ്റ് എടുത്തുകൂടാ എന്നാണ് റൂം നിയമം കൊടുത്തേക്കുന്നത്. അത് എല്ലാവർക്കും ബാധകമാണ്. ഫൈറ്റ് എടുക്കാൻ വരുന്ന ടീമുകളായിരുന്നു. അതായത് റൂമിന്റെ നിയമങ്ങൾ നോക്കാതെ ഫൈറ്റ് എടുക്കാൻ വരുന്ന ടീമുകളുണ്ടെങ്കിൽ അവർക്കെതിരെ ഫൈറ്റ് എടുക്കാം എന്നും റൂൾസിൽ പറയുന്നുണ്ട്. വിക്കിബൂട്ട് അതേപോലെ തന്നെ സ്പെയിൻസ് വുഡിന്റെ ടീം 2 പേരേ ഉള്ളൂ. കടയാടി ജോസ്, ടോബി, കടയാടി സോമൻ ഷോർട്ട് റേഞ്ച് ഗണ്ണെടുത്ത് കളിക്കുന്നു. കടയാടി ജോസ് ഷോർട്ട് റേഞ്ച് ഗണ്ണൊന്നും എടുക്കുന്നില്ല. സോറി. CNDയുടെ വെയിറ്റ് ചെയ്ത് കളിക്കുകയാണ്. ബ്രാവ്, വൈപ്പർ OP അതിനൊക്കെ തന്നെ ജോഡക്സ്, ഹണ്ടർ അവർ നല്ല കോർഡിനേഷൻ ഉള്ളൊരു ടീമാണ് കേട്ടോ. നല്ല കോർഡിനേഷൻ പറഞ്ഞ് നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ടീമാണ്. ജൊനാഥൻ, ആൽഫ, സെസ്കി, കിഡ് ലൂട്ടിങ്ങിലാണ്. ഫസ്റ്റ് സോൺ സേഫ് ആവുന്നു. എല്ലാവരും ലൂട്ടിങ്ങിലേക്ക് കിടക്കുന്നു. ആരും അടുത്തടുത്ത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. LV ലൂപ്പ് ടീം, പാബ്ലോ അടങ്ങുന്ന ടീം TBRന്റെ അടുത്ത് തന്നെ ഉണ്ട്. TBR, ജെറി എന്നിവരുടെ അടുത്ത് തന്നെ ഉണ്ട്. അതുപോലെ വിസാർഡിന്റെ ടീമാന്ന് തോന്നുന്നു. ഗോഡ്, വിസാർഡ്, സിൻസ്, വിസാർഡ്, അക്കാസയുടെ നല്ല രീതിയിലുള്ള ഫൈറ്റിംഗ് ശ്രമവും ഫൈറ്റ് എടുക്കാനായിട്ടുള്ള ഡിഫൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമവും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ മാച്ച് കണ്ടിരുന്നു. ഈ മാച്ചും അതുപോലെ തന്നെ ആവട്ടെ. നല്ല ഫൈറ്റിൽ കയറി വരിക. TMT പപ്പ ഡാം പുതിയ പ്ലെയർ കഴിഞ്ഞ മാച്ചിൽ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. SPT ലല്ലുമോൻ, പൊന്നപ്പൻ സോറി SPT പൊന്നപ്പൻ SPTയുടെ ടീമാണെന്ന് തോന്നും. ജെനി ARC അവര് നല്ല വെയിറ്റ് ചെയ്ത് കളിക്കുന്ന ടീമാണ്. ഫൈറ്റ് അങ്ങനെ എടുക്കുന്ന ടീമല്ല. എന്നാൽ CNDZ ടീം, വൈപ്പർ, ജോഡ്, ഹണ്ടർ നല്ല കോർഡിനേഷനില് നല്ല ഫൈറ്റ് എടുക്കാൻ ശ്രമിക്കുന്ന ടീം അംഗങ്ങളാണ്. അതേണക്കിന് ടോബി, കടയാടി ജോസ്, ഉസ്മാൻ, സോമൻ സോറി കടയാടി സോമനാണ് കേട്ടോ, ഉസ്മാൻ അല്ല, സോമനാണ്. ഉസ്മാൻ വന്നിട്ടില്ല. ഇവരും വെയിറ്റ് ചെയ്ത് കളിക്കുന്ന ടീമാണ്. കഴിഞ്ഞ കളി കണ്ടത് മാത്രം ഓർമ്മയുള്ളൂ. തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ വൈപ്പായി. അതുപോലുള്ള ടോബിയുടെ ഒരു ഡ്രൈവിംഗ് ആയിരുന്നു. TRM ടീമിലെ അംഗങ്ങളാണ്. അവരും നല്ല വെയിറ്റ് ചെയ്ത് കളിക്കുന്നു. ആദ്യത്തെ സോൺ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നു. LV ലൂപ്പ് ടീം, TBR അടുത്ത് തന്നെ ഉണ്ട്. അത് കണക്കിന് മിസ്റ്റർ ബ്ലാക്ക്, ARC അവരുടെ അടുത്ത് തന്നെയാണ്. കടയാടി ജോസിന്റെ ഒക്കെ ടീം, ടോബി, കടയാടി, സോമൻ എന്നിവരും ബ്ലാക്ക് ARCയുടെ അടുത്ത് തന്നെ ഉണ്ട്. അത് കണക്ക്
വൈ വൈ ഓസ് വൈ ഓസ് ടീമിന്റെ അടുത്ത് അച്ചായൻ OMKV. അച്ചായൻ OMKV ഉണ്ട്. അച്ചായനെ നമ്മൾ സെറ്റ് ചെയ്യില്ലല്ലോ. അച്ചായനെയൊക്കെ അച്ചായൻ എത്രാമത്തെ സ്ലോട്ടിലായിരുന്നു? അച്ചായൻ OMKV. ഓ ARC ഡ്രീം ARC സ്ലോട്ട് മാർക്ക് ചെയ്യണോ? ARC ഈഗിള് അച്ചായൻ OMKV. ആരും വെയിറ്റ് ചെയ്ത് കളിക്കുന്നു. എല്ലാരും വെയിറ്റ് ചെയ്ത് ലൂട്ട് ചെയ്ത് സാവധാനം കളിക്കുന്നു. എല്ലാരും ഹണ്ടർ വണ്ടി എടുത്തിരിക്കുകയാണ്. ഹണ്ടറിന്റെ ഒരു കിടിലൻ ഡിഫൻസ് ഉണ്ടായിരുന്നു. കവർ ഫയറിങ്ങും ലാസ്റ്റ് സോണില് ഹണ്ടർ ജോഡ് ഫ്യൂസോപ്പി അവര് ടീം ഫുള്ള് വെഹിക്കിൾ എടുത്ത് സെറ്റായി കറങ്ങി നിൽക്കുകയാണ്. ഒന്നല്ല, ഇത് കൂടുതൽ വെഹിക്കിൾ എടുത്ത് ഓരോരുത്തരും എടുത്ത് ഇരിക്കുകയാണ്. ഇതാ കടയാടി ജോസ് UMP M4 യൂസ് ചെയ്തിരിക്കുന്നു. ടോബി AKM M4 ആണ്. 1 മെഡ് ഫോർ സ്മോക്ക് ഇട്ട്, അതെ, മിറാമർ കളിക്കുമ്പോൾ മാക്സിമം സ്മോക്ക് എടുത്ത് വെച്ച് കളിക്കാൻ നോക്കുക. ഓപ്പണിൽ സോൺ വന്നു കഴിഞ്ഞാൽ അവസാനത്തെ സോണൊക്കെ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ ബെറ്റർ ആണ്. SPT ലല്ലുമോൻ പൊന്നപ്പൻ വെയിറ്റിംഗ് ആണ്. കിച്ചു ആന്റിയും അവര് നല്ല കവറെടുത്ത് കളിക്കാനുള്ള സ്പേസ് നോക്കുന്നു. സോണിന്റെ അവര് പോകുന്നത് TBR ടീമിന്റെ അടുത്തേക്കാണ്. എല്ലാ ടീമും സോണിനുള്ളിലേക്ക് വന്നു തുടങ്ങി. ഫസ്റ്റ് സോൺ ഇതാ തീരുന്നു. ഫസ്റ്റ് സോണിൽ ഫൈറ്റ് എടുത്തുകൂടാ എന്നുള്ള നിയമം എല്ലാ ടീം അംഗങ്ങളും പാലിക്കുന്നു. ഇതാ ഫൈറ്റിനുള്ള സമയമാകുന്നു. LSD മാലിക് പാബ്ലോ വേറെ ടീമിൽ കയറി. ഇല്ല, കറക്റ്റ് ടീമാണ്. പാബ്ലോ സ്മോക്കിന്റെ അടുത്ത് തന്നെയൊക്കെയാണ്. മാലിക്, നോസി, സ്റ്റാർ JR അവരുടെ അടുത്ത് തന്നെ ഉണ്ട്. വിസ ടീം ഇതാ ഫസ്റ്റ് സോൺ തീരാൻ കുറച്ച് സമയങ്ങൾ മാത്രം. പുതിയ ടീം അംഗങ്ങളായ റെസ്പെക്ട് സോണിലേക്ക് അംഗങ്ങള് സോൺ തീരാൻ 40 സെക്കൻഡുകൾ മാത്രം. മോമോ ഗെയിമിംഗ് കിച്ചു, കോസ്റ്റ, ഗെയിമർ വൈറ്റി, ഡാൻസ് ലൈവ്, ബാപ്പൂട്ടി അതൂട്ടി രണ്ടുപേര് വളരെയധികം സേഫിൽ നിന്ന് കളിക്കാനുള്ള ശ്രമം. TNTZ എല്ലാവരും ലൂട്ട് ചെയ്ത് കഴിഞ്ഞു. TNTZ സ്റ്റാറിൽ ഷോർട്ട് റേഞ്ച് SKS കൈ വെച്ചിരിക്കുന്നു. ജോഡ് വൈപ്പർ AKM M4 യൂസ് ചെയ്യുന്നു. മെഡ് മാക്സിമം എടുത്ത് വെച്ചിട്ടുണ്ട്. നീഡ് സ്മോക്ക് എല്ലാം സെറ്റാണ്. ഫ്യൂസോപ്പി കടയാടി ജോസും ടീമിന്റെ അടുത്താണ്. MR ബ്ലാക്ക്, ARC എന്ന് തോന്നുന്നു. ARC
ARC ജെനി ARC ഫയർ വരുന്നു. ഓ ARC ബ്ലാക്ക് വണ്ടി വണ്ടി സ്മോക്ക് വണ്ടി സ്മോക്കിലേക്ക് ഫയർ ചെയ്യുന്നു. ഓ അസുരൻ ARC വൈപ്പ് ആകുന്നു. വളരെയധികം ശ്രദ്ധിച്ച് കളിക്കുക. ഫസ്റ്റ് വൈപ്പ് ആവുന്നു അസുരൻ. ഫസ്റ്റ് ഫൈറ്റ് അസുരൻ. അതെനക്ക് TMT പപ്പ ഡാം. ഓഹോ വീണ്ടും FTD നോക്ക്. സ്ലോട്ട് നമ്പർ 7 സ്ലോട്ട് നമ്പർ 8 ഇതാ ഫൈറ്റ് എടുക്കുന്നു. ഓ വൈപ്പ് ചെയ്യുന്നു. ഇനി ഒരേ ഒരു പ്ലെയർ മാത്രം. സ്ലോട്ട് നമ്പർ 7 ഒരേ ഒരു പ്ലെയർ മാത്രം. ജെനി ARCയുടെ അടുത്തേക്ക് ഇതാ പപ്പ ഡാം. ഓ ജെനിക്ക് ലിറ്റ് കൊടുക്കുന്നു. ജെനി ഷോർട്ട് റേഞ്ച് കളിക്കാൻ നോക്കുന്ന ശ്രമം വീണ്ടും ലിറ്റ് ആവുന്നു. റീലോഡ്. മിസ്റ്റർ ബ്ലാക്ക് ARC വേറെ സ്പോട്ടിലാണ് അവര് കടയാടി ജോസും ടോബി കടയാടി സോമൻ ബ്ലാക്ക് ARCയുടെ അടുത്തേക്ക്. ജെനി നോക്കാക്കുന്നു. പപ്പ ഡാം ടീം ജെനീനെ വൈപ്പ് ചെയ്യുന്നു. ലല്ലുമോൻ കവർ ഫയർ ചെയ്യുന്നു. പൊന്നപ്പൻ ഫൈറ്റ് എടുക്കുന്നു. കേറി ഫൈറ്റ് എടുക്കുകയാണ്. ഓഹോ CNDZന്റെ ബ്രാവ് വൈപ്പർ OP തീരുന്നു. ഓ ഫ്യൂസ് റെസ്പെക്ട് ടീമിനെതിരെ ഫൈറ്റ് എടുക്കാനുള്ള ശ്രമം. എന്നാൽ ഫ്യൂസിനെ സപ്പോർട്ട് ചെയ്യാനായി ജോഡ് ഹണ്ടർ വണ്ടിയിൽ വരുന്നു. വെയിറ്റ് ചെയ്ത് ഫൈറ്റ് എടുക്കുക. ടീം അംഗങ്ങൾ എത്തിയതിനു ശേഷം ടോബി കടയാടി ബ്ലാക്ക് ARCക്കെതിരെ 3 അംഗങ്ങൾ. ടീം 4 സ്പോട്ട് ചെയ്യാതെ കളിക്കുവാണ് ബ്ലാക്ക് ARC. ഓ അവർക്കെതിരെ ഫൈറ്റ് എടുക്കുന്നില്ല ബ്ലാക്ക് ARC. ഫൈറ്റ് എടുക്കാതെയുള്ള ശ്രമം. ബാപ്പൂട്ടി തീർന്നിരിക്കുന്നു. LXD പാബ്ലോ മാലിക് വൈപ്പായിരിക്കുന്നു. ഫൈറ്റ് കണ്ടില്ല. കിച്ചു ടീം വളരെയധികം ലോങ്ങിൽ നിന്ന് എടുക്കാനുള്ള ശ്രമം. അവർ വളരെ സേഫിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് കളിക്കാനുള്ള ശ്രമം. TRM ഫൈറ്റ് എടുക്കുന്നു. ബോസ്കോ ആൻഡ് ടീം വരുന്നതേ ഉള്ളൂ ഫൈറ്റിലേക്ക്. എന്നാൽ അച്ചായൻ OMKV സോണിന് പുറത്തു നിന്ന് ഡ്യൂട്ടി ചെയ്തതിനു ശേഷം സോണിലേക്ക് പോകുന്നു. ഈഗിള് ARC രണ്ടുപേരെ തീർക്കുന്നു. ഫയർ വരുന്നു. വിസാന്റെ ടീമാണെന്ന് തോന്നുന്നു ഫയർ എടുക്കുന്നത്. വോട്ട് ചെയ്യാൻ തോന്നുന്നു. കൂടുതൽ സേഫ് ആണ് ജെറി.
റെസ്പെക്ട് ടീം ഇപ്പോഴും സേഫിലാണ്. അവർ സേഫായി കളിക്കുന്നു. മോമോ ഗെയിമിങ് കിച്ചു ഒക്കെ വളരെയധികം സേഫിൽ നിന്ന് കളിക്കുന്നു. TMS സേഫിൽ നിന്ന് കളിക്കുന്നു. LV ലൂപ്പ് വെയിറ്റ് ചെയ്യുന്നു, ഫൈറ്റ് കൊടുക്കാതെ. ബോസ്കോയുടെ ടീമിലെ കഴിഞ്ഞ മാച്ചിലെ അവസാനം വരെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത റൈഡൻ ഇതാ വൈപ്പാവുന്നു. ബോസ്കോയുടെ ടീമാണ്. സോറി, റൈഡനെ അവര് വൈപ്പ് ചെയ്യുന്നു. ARC ടീം വരുന്നു. നോവ ലൈവൊക്കെ മാക്സിമം ഫൈറ്റ് എടുക്കാതെ കളിക്കാനുള്ള ശ്രമമാണ്. നോവയ്ക്കെതിരെ ഫയർ വരുന്നു. നോവനെ പോയിരുന്നു. നോവനെ ഫയർ ചെയ്യുന്നത് മുകളിൽ സേഫ് ആയിട്ട് നിൽക്കുന്ന ടീമാണ്. കിച്ചു ആൻഡ് ടീമാണ്. ലോങ് മോമോ ഗെയിമിങ് പർച്ചേസിലാണ് കേട്ടോ. ഓക്കെ, പർച്ചേസ് ചെയ്യാണ്, വെയിറ്റ് ചെയ്ത് കളിക്കുകയാണ് കിച്ചു. നോവ ലൈവിന്റെ ഫയർ ചെയ്യുന്നു. ലോങ്ങിന്ന് വീണ്ടും കിച്ചുവിനെതിരെ ഫയർ. കിച്ചുവിന് ടവർ ഫയർ കൊടുക്കുന്നു നോവ ടീം. മോമോ ഗെയിമിംഗ് ഫയർ കൊടുക്കുന്നു. പാബ്ലോക്ക് വെയിറ്റ് ചെയ്യാണ്, ഫൈറ്റൊന്നും എടുക്കുന്നില്ല. ഫൈറ്റൊന്നും എടുക്കുന്നില്ല. ാണ് ഇപ്പോഴും. ടോബി കടയാടി പ്ലെയർ ഉള്ളവരെ ഇവിടെ അടിച്ചോ ഇല്ലൊന്നും ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇവര് ഫൈറ്റ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇവര് സേഫ് ചെയ്യുന്ന കളിക്കാനുള്ള ശ്രമമാണ്. ഇങ്ങനെ നിന്ന് അടി കിട്ടും, കൺഫേമാണ്. പപ്പാഡാം ആൻഡ് ടീം. 1 vehicle 4 people. ഇതാ പപ്പ ആൻഡ് ടീം. ഡ്രൈവ് ചെയ്യുന്ന സേഫ് ചെയ്ത് പോവാ. TRMന്റെ പ്ലേയേഴ്സ് വെയിറ്റ് ചെയ്യുന്നു. TRMന്റെ സോറോ വെയിറ്റ് ചെയ്യുന്നു. അച്ചായന്റെ ഒക്കെ അടുത്താന്ന് തോന്നുന്നു. LSD പാബ്ലോയുടെ ടീം അങ്ങനെയുള്ള മാലിക്കൊക്കെ ഫൈറ്റ് ആകുന്നു. എന്നാ പാബ്ലോ ഫൈറ്റ് എടുക്കാൻ പോകുന്നു. ഫൈറ്റിലേക്ക് പോകുന്നില്ല. പാബ്ലോയ്ക്ക് എതിരെയാണ്. പാബ്ലോ ഫൈറ്റ് എടുക്കാനായിട്ടുള്ള പോകുന്നുള്ള ശ്രമമാണ് തോന്നുന്നു. എന്നാ വിസ ടീം ഫൈറ്റിലേക്ക് കടക്കുന്നു. മുകളില് ഇവര് സാൻഡ്വിച്ച് ആവാനുള്ള ചാൻസ്. അതെ, വിസ ടീം ടോം ഈസ് ലൈവ്. ഇവര് സാൻഡ്വിച്ച് ആവാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്. TBR ടീം, മോമോ ഗെയിമിങ്, ടോം ഈസ് ലൈവ്, വിസോ ടീം വിസോയ്ക്ക് ഫൈറ്റ് വരുന്നു. ജൊനാഥന്റെ ഒക്കെ ഫൈറ്റ് നടക്കുന്നു. ജൊനാഥനൊക്കെ ലിറ്റ് കൊടുക്കാനുള്ള ശ്രമം. ടോബി ആൻഡ് ടീമിന്റെ വരവ്. ഫൈറ്റിലേക്ക് വീണ്ടും
എല്ലാ ടീം നാല് പേരാണ് ഈ മലമുകളിലുള്ളത്. 4 സ്കോഡ്. ടോബി, കടയാടി, ജോസും സോമനും ഫൈറ്റിലേക്ക് വരാനായിട്ടുള്ള ശ്രമം. ഓ ഫ്യൂസോബി ഇതാ മൂന്നാമനാവാനുള്ള ശ്രമം. സേഫിലേക്ക് പോകുന്നു. ഓ കടയാടി ജോസ് ഒക്കെ ഫൈറ്റിലേക്ക്. കടയാടി ജോസ് ആൻഡ് ടീം CND എന്നെ ഫോളോ ചെയ്യുന്ന ടീമംഗങ്ങളെല്ലാം. ഓ ജോസ്, ടോബി അവർക്കെതിരെ ഫൈറ്റ് വരുന്നു. എന്നാൽ അവർ സേഫിലേക്ക് മാറുന്നു. CND 100 ജോഡ്, CND ബിസോബി. ഇതാ അവര് ഫൈറ്റ് എടുക്കുന്നില്ല, അവര് വെയിറ്റ് ചെയ്യാണ്. 100-ക്കെതിരെ ഫയർ വരുന്നു. എവിടെ ഫുള്ള് ഫയറാണ് ഗൈസ് മലമുകളിൽ നിന്ന്. അതിടയ്ക്ക് തന്നെ ആ സ്കോഡ് ഹൗസ് എല്ലായിടത്തു നിന്ന് ഫയർ വരുന്നു. ചുറ്റിനും ഫയർ. CNDZ ഇതാ ഫൈറ്റിലേക്ക്. സോറോ, TRM, സോറോ ആൻഡ് ടീം. TRMന്റെ സ്കോഡ് വരുന്നു. ജോനാഥൻ സോണിലേക്ക് കയറുന്നു. എന്നാൽ സോണിൽ കയറുന്നു. മാൻഡി മാത്രമാകുന്നു സ്ലോട്ട് 8-ൽ. മാൻഡി മാത്രം. KS ഫൈറ്റ് എടുക്കുന്നു. ഓ മാൻഡി വൈപ്പ് ആകുന്നു. ഓ CNDന്റെ പാർട്ടി അടിക്കാനുള്ള ശ്രമം. ഇവിടെ 1, 2, 3, 4 സ്കോഡുകൾ. 4 സ്കോഡുണ്ട് ഇവിടെ. 4 സ്കോഡാണ്. TRM, CNDZ, KS, ലക്കി, സ്റ്റാർ ആൻഡ് പാബ്ലോ ഉണ്ട്. LSD സ്റ്റാർ ആൻഡ് പാബ്ലോ. ഓ അച്ചായനും ടീമും വരുന്നു. കടയാടി ജോസ്, അതാണ് കടയാടി സോമൻ, ടോബി. ഓ ഇതാ സാൻഡ്വിച്ച് ആവാനായിട്ട് അച്ചായനും ടീമും. 1 HP ആണ് അച്ചായന്റെ ടീമിലെ ഒരു പ്ലെയർ. TRM സേഫ് ആയിട്ട് നിൽക്കുന്നു. ഇതാ KS ഫൈറ്റ് എടുക്കുന്നു. സരസ് ഫൈറ്റ് എടുക്കുന്നു. ആൽഫ നോക്ക്. ലക്കി ഷോർട്ട് റേഞ്ച് അടിക്കാൻ. ഓ നിസ്തലം ഇതാ വൈപ്പ് ചെയ്യുന്നു. സരസു മാത്രം. സരസു ഷോർട്ട് റേഞ്ച് അടിക്കാനുള്ള ലക്കിയുടെ ശ്രമം നിഷ്ഫലമാകുന്നു. സരസു മാത്രമാകുന്നു. CND സാൻഡ്വിച്ച് മോഡലാണ്. കടയാടി ജോസി, ടോബി. ഇതാ TRMന്റെ അടുത്തേക്ക് വരുന്നു. TRM ഫൈറ്റ് എടുക്കാനുള്ള ശ്രമം. ഓ കടയാടി ജോസിനെ അവർ വൈപ്പ് ചെയ്യുന്നു. ടോബി വെയിറ്റിംഗിലാണ്. കടയാടി സോമന്റെ ഫൈറ്റ് എടുക്കാനുള്ള ശ്രമം. കടയാടി സോമൻ. ടോബി സ്വന്തം ടീമാണെങ്കിൽ ഒരാളെ വൈപ്പ് ചെയ്യുന്നു. ടോബി ആൻഡ് ടീം നമ്പർ 4. TRMന്റെ നെക്സ്റ്റ് പ്ലെയർ സോറോ വരുവാണ്. സോറോ തൊട്ടടുത്തേലുണ്ട്. സോറോ വെയിറ്റ് ചെയ്യുന്ന. സോറോ സാൻഡ്വിച്ച് മോഡലിൽ ഇരിക്കുവാണ്. ആണോ? അല്ല. ടോബിയും കടയാടി സോമനെ അടിക്കാം. 1 HP സോമൻ 1 HP. കിച്ച ആൻഡ് ടീം വരുന്നു. ഫൈറ്റിലേക്ക്. കിച്ച സേഫ് ആയിട്ട് വന്നിറങ്ങുന്നു. കിച്ചയുടെ 4 പ്ലെയറും. ഓ കിച്ച വന്നിറങ്ങരുത്. CND ടീം.
ടോബി സോണിന് പുറത്ത്. TNT പ്ലെയറിനെ നോക്കി ടോബി സേഫിലാണ്. സേഫ് അല്ല. ടോബിനെ TNT പ്ലെയർ അടിക്കുന്നു. ഫ്യൂസ് ഓബി അടിക്കുന്നു. ടോബിനെ നോക്കാക്കുന്നു. തേർഡ് പാർട്ടി അടിച്ചിരിക്കുന്നു. സരസു സേഫ് ആണ്. സരസു CND ആണ്. CND വളരെയധികം സോങ് സേഫായി നിൽക്കുന്നു. ഇതാണ് ഫൈറ്റ്. LV ലൂപ്പിന്റെ ടീം അംഗങ്ങൾ ഇതാ സോണിലേക്ക് വരാനുള്ള ശ്രമം. അവിടെ ഫ്യൂസ് ഉണ്ട്. ഫ്യൂസിനെതിരെ നീട് വരുന്നു. ജസ്റ്റ് ഫൈറ്റ് എടുക്കുന്നു. LV ലൂപ്പ് പാബ്ലോയ്ക്കെതിരെ ഫൈറ്റ് എടുക്കാനുള്ള ശ്രമം. എന്നാൽ അവരെ സാൻഡ്വിച്ച് മോഡലിലാണ്. ജോഡക്സ് ജോഡക്സ് അവര് സോണിലാണെങ്കിലും സേഫ് അല്ല. സാൻഡ്വിച്ച് മോഡലിലാണ്. സോണിന് പുറത്തുനിന്ന് വരുന്ന പെട്ടിരിക്കുകയാണ്. സരസ്വതിനെ അടിക്കാനുള്ള ഫിനിഷിന്റെ ശ്രമം. പാബ്ലോ ആൻഡിനെ ഫ്യൂസിനെ അടിക്കാനോ സരസിനെ തീർത്തു. പാബ്ലോ നോക്ക് ഫ്യൂസ് നോക്ക്. ഇതാണ് ഫൈറ്റ്. പാബ്ലോ നോക്ക് ഫ്യൂസ്. രണ്ട് ടീമിലെയും ഓരോ പ്ലേയേഴ്സ് നോക്കാകുന്നു. എന്നാൽ രണ്ട് ടീമും സേഫ് ആണ്. ജോഡക്സ് മാറിയിരിക്കുകയാണ്. ഇവിടെ ഫ്യൂസിനെ എടുക്കാനായിട്ട് ഹണ്ടറിന് വരാൻ പറ്റത്തില്ല. ഹണ്ടർ കയറി ഹണ്ടറിനെ അടിക്കും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇവിടെ സേഫ് ആയിട്ട് കളിക്കുന്നത് LV ലൂപ്പ്, ഫോർഡൻ. ഫോർഡന്റെ ഫൈറ്റ് വരുന്നു. ഹൺഡ്രഡിനെതിരെ ഫൈറ്റ് വരുന്നു. ഗോസ്റ്റ് ആ നോക്ക് ഫിനിഷ് ചെയ്യാൻ ശ്രമം. ജോഡക്സ് സ്മോക്ക് ഇട്ട് ഹണ്ടർ വണ്ടി എടുക്കുന്നു. അത് ബുദ്ധിമോശം തന്നെയാണ് ഹണ്ടർ കാണിക്കുന്നത്. അതെ, ബുദ്ധിമോശം തന്നെയാണ്. ഹണ്ടർ നോക്കാവുന്നു. LV ലൂപ്പിലെ അംഗങ്ങൾ ഇതാ ഫൈറ്റ് എടുക്കുന്നു. വൈപ്പ് ചെയ്യുന്നു. LV ലൂപ്പിന്റെ വീണ്ടും സ്കോഡ്. അവര് വെയിറ്റ് ചെയ്ത് കളിച്ചു. ഫിനിഷ് 7. ഗോസ്റ്റ്, പാബ്ലോ 2 ഫിനിഷ്, ഫോർഡൻ 1 ഫിനിഷ്. അതേണക്കനെ കോയമോൻ 2 ഫിനിഷോടെ LV ലൂപ്പിന്റെ സ്കോഡ് ഒന്നാമതെത്തിയിരിക്കുന്നു. നല്ല ഫൈറ്റിങ്, വെയിറ്റ് ചെയ്തുള്ള കളി, അതേണക്കന്നെ കവർ ഫയർ എല്ലാം അടിപൊളിയായിട്ട് ഒരു ടീം സ്പിരിറ്റിൽ തന്നെ അവർ കളിച്ചു. അടിപൊളി കളിയായിരുന്നു. അതേണക്കന്നെ CND അവസാനം സാൻഡ്വിച്ച് മോഡലിലായി പോയി. സാൻഡ്വിച്ച് മോഡൽ അവിടുന്ന് ഇവിടുന്ന് എല്ലാം അടി. അതേണക്കനെ KS ലക്കീസ്, സരസു അവസാനം വരെ നിന്ന് കളിക്കാനുള്ള ശ്രമം നല്ല ശ്രമമായിരുന്നു. സോണിലേക്ക് കയറാനുള്ള ശ്രമം നിഷ്ഫലമാകുന്നു. ഓക്കെ ഗായ്സ്, നമ്മളുടെ ലൈവ് ഇവിടെ നിർത്തുന്നു. സൈനിങ് ഔട്ട്, സെറോസ് ഗെയിമിംഗ്. എല്ലാവരും ചാനലൊന്ന് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്.